ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ മത്സര പരീക്ഷകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേർതിരിച്ച് കണ്ടെത്താൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഈ വീഡിയോയിൽ 2025 ജനുവരിയിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ച ഗ്രൂപ്പ് ഡി കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പോസ്റ്റിന്റെ CN നമ്പർ 08/2024 ആണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റിലേക്കുള്ള ആകെ ഒഴിവുകൾ 32,438 ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മുഴുവനായുള്ള ഒഴിവുകളാണ്. ഇനി അപേക്ഷ അയക്കേണ്ടുന്ന തീയതി എന്നാണ് നോക്കാം. 23/1/2025 മുതൽ 22/2/2025 വരെയാണ് സമയമുള്ളത്. അതായത് ഫെബ്രുവരി 22-ാം തീയതി വരെയാണ് സമയമുള്ളത്. ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ പ്രായം 18-നും 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. OBC വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതുമാണ്. ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ 2/1/1989-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. OBC വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2007-ന് ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ SC/ST ഉദ്യോഗാർത്ഥികൾ 2/1/1984-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. വയസ്സിളവ് സംബന്ധിച്ച് മറ്റു വിശദവിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. സംശയമുള്ളവർക്ക് താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതുമാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ SLC പാസ്സാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഇതിനെക്കുറിച്ച് നോക്കാം. ജനറൽ കാറ്റഗറി ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഫീമെയിൽ, SC/ST, PWBD, മൈനോറിറ്റി, ട്രാൻസ്ജെൻഡേഴ്സ്, എക്സ് സർവീസ്മാൻ ഇവർക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ ജനറൽ OBC ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. എക്സാം എഴുതിയാൽ ഇതിൽ 400 രൂപ റീഫണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫീമെയിൽ, SC/ST, PWBD, മൈനോറിറ്റി, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ 250 രൂപയാണ് ഫീസ്. ഈ ക്യാഷ് എക്സാം എഴുതിയാൽ റീഫണ്ട് ചെയ്യുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്നതും ഫീ അടയ്ക്കേണ്ടതും എല്ലാം ഓൺലൈൻ വഴി മാത്രമാണ്. മറ്റു വിധത്തിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് നോക്കാം. rrbApply.gov.in അല്ലെങ്കിൽ rrbchennai.gov.in. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഏത് RRBയിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. എന്നാൽ ഒരു ഉദ്യോഗാർത്ഥി ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഒന്നിലധികം RRBകളിലേക്ക് അപേക്ഷിച്ചാൽ ആപ്ലിക്കേഷൻ റിജക്ട് ആവുകയും പിന്നീട് എക്സാം എഴുതാൻ അനുവദിക്കുന്നതുമല്ല. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുതുതായി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യൂസർ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്താണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്നത്. എന്നാൽ 2024 റെയിൽവേയുടെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് അതിന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ആദ്യമായി അപേക്ഷ അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷ മൊബൈൽ ഫോൺ വഴി അയക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും തെറ്റു വന്നാൽ ചിലതൊന്നും പിന്നീട് തിരുത്താൻ റെയിൽവേ അനുവദിക്കുന്നതല്ല. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ കയ്യിൽ ഉദ്യോഗാർത്ഥി കരുതേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാലിഡായ പാസ്വേഡൊക്കെ അറിയാവുന്ന ഒരു ഇമെയിൽ ID, ഫോൺ നമ്പർ ഇവ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ വെരിഫിക്കേഷൻ ഉള്ളതിനാൽ തന്നെ ആധാറിൻ്റെതായി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് ആധാർ വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആധാർ എൻറോൾമെന്റ് ചെയ്തപ്പോൾ കൊടുത്ത ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. ഇനി ആ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആ ആധാറിലെ ഫോൺ നമ്പർ തിരുത്തി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പർ ആക്കിയതിന് ശേഷം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഫോൺ നമ്പറിനായും ആധാർ വെരിഫിക്കേഷനായും ഫോണിലേക്ക് OTP വരുന്നതാണ്. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് വരണമെങ്കിൽ ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം.
ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഫോട്ടോ ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഡ്രസ്സിൽ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറും ഡ്രസ്സ് ഡാർക്കും ആയിരിക്കണം. അതായത് ഫോട്ടോ ക്ലിയർ ആയിരിക്കണം എന്നർത്ഥം. ഇത് കൂടാതെ സിഗ്നേച്ചർ വേണം. ഇനി റിസർവേഷൻ ഉള്ളവർക്ക്, അതായത് OBC, NCL, SC, ST, EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഈ സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസർ നൽകുന്നതല്ല, തഹസീൽദാർ നൽകുന്നതാണ്. അതായത് ഈ സർട്ടിഫിക്കറ്റിന്റെ ഫോമാറ്റ് നോട്ടിഫിക്കേഷൻ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവ എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഇൻ ടോട്ടൽ ഈ പോസ്റ്റിലേക്ക്, അതായത് ഗ്രൂപ്പ് D പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കയ്യിൽ കരുതേണ്ട രേഖകൾ: ഇമെയിൽ ID, ഫോൺ നമ്പർ, ആധാർ നമ്പർ, SSLC സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, റിസർവേഷൻ ഉള്ളവർ സർട്ടിഫിക്കറ്റ്, ഇവയൊക്കെ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ സതേൺ റെയിൽവേ ചെന്നൈ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഗ്രൂപ്പ് Dയിലെ ഒഴിവുള്ള പോസ്റ്റുകൾ, ചെന്നൈയിൽ ഒഴിവുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് S&T, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ, അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ മെക്കാനിക്കൽ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് PWay, അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് TL ആൻഡ് AC ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് TRD ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പോയിന്റ്സ്മാൻ ട്രാഫിക്, ട്രാക്ക് മെയിന്റനർ 4th ഗ്രേഡ് എഞ്ചിനീയറിംഗ്. ഇത്രയാണ് പോസ്റ്റുകൾ. ഇതിൽ തന്നെ രണ്ടാമത്തെ കാറ്റഗറി നമ്പർ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ, ഇത് മാത്രമാണ് റെയിൽവേയുടെ ICF, അതായത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്കുള്ള പോസ്റ്റ്. ബാക്കിയെല്ലാം സതേൺ റെയിൽവേ അഥവാ ചെന്നൈയുടെ പോസ്റ്റുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളത് ട്രാക്ക് മെയിന്റനർ 4th ഗ്രേഡ് 456 ഒഴിവുകളാണ് ജനറൽ കാറ്റഗറിക്ക് ഉള്ളത്. ഈ പോസ്റ്റിലേക്ക് SC ST വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 163 ഒഴിവുകളും, ST വിഭാഗത്തിന് 92 വേക്കൻസീസും, OBCക്ക് 306, EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 112 ഒഴിവുകളും ആണ് ഉള്ളത്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കലാണ്. 147 ഒഴിവുകളാണ് ഉള്ളത്. SC വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 70, ST 37, OBC 135, EWS 56. ഈ രീതിയിലാണ് വേക്കൻസീസ് ഉള്ളത്. അതിനുശേഷം വേക്കൻസി കൂടുതലുള്ളത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനറൽ കാറ്റഗറിക്ക് 128 ഒഴിവുകളുണ്ട്. SCക്കാർക്ക് 47 ഒഴിവ്, ST 28, OBC 75, EWS 33 ഒഴിവുകളുമാണ് ഉള്ളത്. ഇതിൽ തന്നെ അസിസ്റ്റന്റ് S&T വിഭാഗത്തിൽ ജനറൽ കാറ്റഗറിക്ക് 64 ഒഴിവും, SC 6, ST 11, OBC 10, EWS 8 എന്നിങ്ങനെയാണ് ഒഴിവുള്ളത്. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ജനറൽ 44 ഒഴിവ്, SC 16, ST 8, OBC 29, EWS 11 ഒഴിവുകൾ. അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ കാറ്റഗറി 6 വേക്കൻസീസ്, SC ST OBC EWSന് വേക്കൻസീസ് ഇല്ല. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനറൽ കാറ്റഗറിക്ക് 24 ഒഴിവുകളാണുള്ളത്. SC 10, ST 6, OBC 15, EWS 7 ഒഴിവുകളാണ് ഉള്ളത്. ഏറ്റവും കുറവ് ഒഴിവുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് PWay എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ജനറൽ കാറ്റഗറിക്ക് 1 വേക്കൻസിയും, SC 1 വേക്കൻസിയും ആണ് ഉള്ളത്. അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജനറൽ കാറ്റഗറിക്ക് 15 ഒഴിവും, SC 7 ഒഴിവ്, ST 3, OBC 11, EWS 4 ഒഴിവുമാണ് ഉള്ളത്. അസിസ്റ്റന്റ് TL ആൻഡ് AC ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജനറൽ കാറ്റഗറിക്ക് 24 ഒഴിവും, SCക്ക് 10 ഒഴിവ്, ST 5 ഒഴിവ്, OBC 16, EWS 7 വേക്കൻസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ കാറ്റഗറിക്ക് 32 ഒഴിവും, SC 11, ST 5, OBC 41, EWS 17 ഒഴിവുമാണ് ഉള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് TRD ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജനറൽ കാറ്റഗറിക്ക് 61 ഒഴിവും, SC 24 ഒഴിവ്, ST 12, OBC 41 വേക്കൻസി, EWS 17 വേക്കൻസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ പോയിന്റ്സ്മാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ജനറൽ കാറ്റഗറിക്ക് 87 വേക്കൻസീസ് ആണുള്ളത്. SC
വിഭാഗത്തിന് 32 വേക്കൻസി, ST 21, OBC 42, EWS 17 വേക്കൻസീസ്. ഇത്രയും വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. വേക്കൻസീസ് സതേൺ റെയിൽവേയുടെയും ഇത് കൂടാതെ ICF അഥവാ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയുടെ പോസ്റ്റുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.